ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശാകുന്തളം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന കഥ മിക്ക കുട്ടികൾക്കും അറിവുള്ളതായിരിക്കും. എന്നാലും അറിയുന്ന നിങ്ങൾക്കും അറിയാത്തവർക്കുമായിട്ട് ഒന്ന് പറയാം. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥയാണ് ഇന്ന് പറയുന്നത്. വിശ്വാമിത്ര മഹർഷി ശ്രേഷ്ഠനായ ഒരു മുനിവര്യരായിരുന്നു. രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. വിശ്വാമിത്ര മഹർഷി കഠിന തപസ് നടത്തുകയായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ സ്വീകരിച്ച് തന്നേക്കാൾ വലിയവനായി തൻ്റെ ഇന്ദ്രപ്പട്ടം തട്ടിയെടുക്കുമോ എന്നുള്ള ഭയം ദേവേന്ദ്രനുണ്ടായി. വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കണമെന്ന് ദേവേന്ദ്രൻ വിചാരിച്ചു. അതിന് ദേവലോകത്തെ നർത്തകിയായ മേനകയെ വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കാൻ അയച്ചു. അവളുടെ കഠിനമായ പ്രയത്നത്താൽ വിശ്വാമിത്രൻ തപസ്സിൽ നിന്നുണർന്ന് മേനകയിൽ ആകൃഷ്ടനായി. പിന്നീട് മേനക ഗർഭിണിയാകുകയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ മേനകയെയും മകളെയും ഉപേക്ഷിച്ചിട്ട് ദേവലോകത്തേക്ക് പോയി. മേനക ആ കുഞ്ഞിനെ മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചിട്ട് അവളും ദേവലോകത്തേക്ക് പോയി. ആ കുഞ്ഞിനെ പക്ഷികൾ വളർത്താൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് കണ്ണു മഹർഷി അവിടെ എത്തി. അപ്പോൾ പക്ഷികൾ വളർത്തുന്ന കുട്ടിയെ കണ്ടു. മഹർഷി പക്ഷികൾ വളർത്തിയവൾ എന്ന അർത്ഥം വരുന്ന ശകുന്തള എന്ന പേര് ആ കുഞ്ഞിന് നൽകുകയും ആ കുഞ്ഞിനെ കണ്വാശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവൾ അങ്ങനെ അവിടെ ഒരു ആശ്രമ കന്യകയായി വളർന്നു. അവൾ മൃഗങ്ങളെയും പക്ഷികളെയും വളരെ സ്നേഹിച്ച് മഹർഷിയുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയായിരുന്നു. മഹർഷിക്ക് ഒരു മകളോടുള്ള സ്നേഹമായിരുന്നു. ഒരിക്കൽ പുരുവംശ രാജാവായ ദുഷ്യന്തൻ നായാട്ടിന് പോയിട്ട് ക്ഷീണിച്ചു വലഞ്ഞ് സൈനികരുമായി കണ്വാശ്രമത്തിലെത്തി. അവിടെ ആശ്രമകന്യകയായ ശകുന്തളയെ രാജാവ് കണ്ടു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ രാജാവിന് അവളിൽ അനുരാഗം ഉണ്ടായി. അവളുടെ ശുശ്രൂഷയിൽ രാജാവ് കുറച്ചുനാൾ അവിടെ താമസിച്ചു. അവളുടെ ജന്മരഹസ്യമെല്ലാം അവൾ രാജാവിനോട് പറഞ്ഞു. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവർ വളരെ അടുത്തു. അവസാനം ഗാന്ധർവ വിധി പ്രകാരം അവളെ വിവാഹം കഴിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ അവൾക്ക് ഒരു മുദ്രമോതിരം കൊടുക്കുകയും താമസിയാതെ വന്ന് അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ടും രാജാവ് വന്നില്ല. കണ്ണു മഹർഷിയോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാവും പകലും ശകുന്തള ദുഷ്യന്തനെ തന്നെ ചിന്തിച്ച് കഴിഞ്ഞുകൂടി. ശകുന്തള ഗർഭിണിയായി. ഒരു ദിവസം ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി കണ്ണു മഹർഷിയെ കാണാനായിട്ട് ആശ്രമത്തിലെത്തി. മഹർഷി വന്നത് ദുഷ്യന്തനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ശകുന്തള അറിഞ്ഞതേയില്ല. താൻ വന്നിട്ട് സ്വീകരിക്കാതെയും ബഹുമാനം കാണിക്കാതെയും ഇരുന്ന ശകുന്തളയെ കണ്ടിട്ട് മഹർഷി ശപിച്ചു. നീ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ നിന്നെ മറക്കട്ടെ എന്നാണ് ശപിച്ചത്. ഇത് കേട്ട ശകുന്തളയുടെ ഉറ്റ തോഴിയായ അനസൂയ ശകുന്തളയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ശാപമോക്ഷം കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് ഓർക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു അടയാളം കാണിച്ചാൽ അദ്ദേഹം ഓർത്തുകൊള്ളുമെന്ന് ശാപമോക്ഷവും നൽകിയിട്ട് മഹർഷി പോയി. കുറച്ചു നാൾ കഴിഞ്ഞ് ശകുന്തള പ്രസവിച്ചു. അവന് മഹർഷി ഭരതൻ എന്ന പേരും ഇട്ടു. ഇത്രയും നാളായിട്ടും ദുഷ്യന്തനെ കാണാൻ ശകുന്തളയ്ക്ക് വിഷമമായി. ദുർവാസാവിൻ്റെ ശാപത്താൽ ദുഷ്യന്തൻ എല്ലാം മറന്നു പോയിരുന്നു. അവസാനം ശകുന്തള കണ്ണു മഹർഷിയുമായി കൊട്ടാരത്തിലേക്ക് പോയി. യാത്രാമധ്യേ അവർ ഒരു പുഴ കടക്കുമ്പോൾ അവളുടെ മുദ്രമോതിരം നദിയിൽ പോയി. അവൾ അതറിഞ്ഞതേയില്ല. കൊട്ടാരത്തിലെത്തിയപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ അറിഞ്ഞില്ല. മുദ്രമോതിരം കാണിക്കാനായി നോക്കിയപ്പോഴാണ് അത് കളഞ്ഞ കാര്യം അവൾ അറിഞ്ഞത്. തൻ്റെ ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ മനസ്സ് നൊന്ത ശകുന്തള കുഞ്ഞുമായി ആശ്രമത്തിൽ തിരിച്ചെത്തി. അവിടെ ആരുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിച്ചു. കുഞ്ഞിന് കളിക്കൂട്ടുകാരായിരുന്നത് വനത്തിലെ പക്ഷികളും മൃഗങ്ങളുമായിരുന്നു. അവൻ മിടുക്കനും ധൈര്യശാലിയുമായി വളർന്നു വന്നു. ഇതിനിടയിൽ നദിയിൽ നിന്ന് കിട്ടിയ ഒരു മീനിൽ നിന്ന് ഒരു മോതിരം മുക്കുവന് ലഭിച്ചു.
രാജാവിൻ്റെ മുദ്രയുള്ള ആ മോതിരം അത് മുക്കുവൻ വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ രാജകിങ്കരന്മാർ അയാളെ പിടിച്ചിട്ട് മോതിരം വാങ്ങിച്ചു. എന്നിട്ട് അത് രാജാവായ ദുഷ്യന്തന് കൊടുത്തു. ആ മോതിരം കണ്ട രാജാവിന് എല്ലാം ഓർമ്മ വന്നു. ഉടൻ തന്നെ അദ്ദേഹം ശകുന്തളയെയും മകനെയും അന്വേഷിച്ചിറങ്ങി. ശകുന്തള താമസിക്കുന്ന ആശ്രമത്തിലെത്തി. അവിടെ ഒരു ബാലൻ ഒരു സിംഹത്തിൻ്റെ പല്ല് എണ്ണി നോക്കുന്നത് കണ്ടു. രാജാവ് നീ ആരാണെന്ന് കുട്ടിയോട് ചോദിച്ചു. ഞാൻ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകനാണെന്ന് കുഞ്ഞു പറഞ്ഞു. ഉടൻ തന്നെ ദുഷ്യന്തൻ മഹർഷിയോടും ശകുന്തളയോടും മോതിരത്തിൻ്റെ കാര്യവും ഓർമ്മ വന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ മഹർഷിയുടെ അനുവാദത്തോടെ അമ്മയെയും മകനെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അനേക വർഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു. പിന്നെ മകനായ ഭരതനെ രാജാവാക്കി. അവൻ കീർത്തിമാനായ ഒരു രാജാവായി. അനേകം ദാനങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തി സമ്പൽ സമൃദ്ധിയോടെ ഭരതൻ രാജ്യം ഭരിച്ചു. കുഞ്ഞുങ്ങളെ, ഈ കഥയിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാഞ്ഞതിനാലും ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാഞ്ഞതിനാലും ശകുന്തളയ്ക്ക് ശാപം കിട്ടിയതും മോതിരം നഷ്ടപ്പെട്ടതും എല്ലാം കണ്ടല്ലോ. അതുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്തും വേണം ജീവിക്കാൻ. കൂടാതെ മിടുക്കനായ ഭരതൻ്റെ കൂട്ട് ധൈര്യമുള്ളവരും മിടുക്കരുമായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.